ഈ മാറ്റം UDF-ന്റെ കാലത്താണെങ്കിൽ ഉണ്ടാകുമായിരുന്നോ? UDF-നാണെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുമോ? അവർക്ക് തമ്മിലടിക്കാനല്ലേ നേരം ഉണ്ടാവൂ, മറ്റൊന്നിനും നേരം ഉണ്ടാവില്ല. ഇപ്പം തന്നെ കാണുന്നില്ലേ, ഒന്നും ഇല്ലാതെ തന്നെ ആകാശത്ത് തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നില്ലേ? അതല്ലേ UDF-ന്റെ പ്രകൃതം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത്. അദ്ദേഹം കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിൻ്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു. സംസ്ഥാനത്തിൻ്റെ വ്യവസായ രംഗത്തെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. നമ്മളിപ്പോൾ ഇന്ത്യയിൽ തന്നെ ഒന്നാമതാണ്. അപ്പോഴും തമ്മിലടിച്ച് കേരളത്തെ പുറമോട്ടെത്തിക്കാനാണ് പ്രതിപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വ്യക്തമായിട്ട് മുൻ പ്രതിപക്ഷ നേതാവിനെ ചൂണ്ടി മുഖ്യമന്ത്രി പറയുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. ഇവിടെ കേരളത്തെ സംബന്ധിച്ച് 2016 വരെയുള്ള ചിത്രം എന്തായിരുന്നു? ഒരു വ്യവസായവും ഇങ്ങോട്ട് വരില്ല. കാരണം നമുക്ക് പശ്ചാത്തല സൗകര്യമില്ല, മറ്റു കാര്യങ്ങളില്ല, പിന്നെ കുറേ കുറ്റങ്ങൾ, എന്തെല്ലാം കുറ്റങ്ങൾ പറയാൻ പറ്റുമോ ആ കുറ്റങ്ങളൊക്കെ അടിച്ചേൽപ്പിക്കുകയായിരുന്നു. ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയായിരുന്നു. LDF അധികാരത്തിൽ വന്നപ്പോൾ ക്ഷമാപൂർവമുള്ള പ്രവർത്തനമാണ് ആരംഭിച്ചത്. നമ്മുടെ സംസ്ഥാനത്തെ ഒരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റണം. വിവിധ തരത്തിലുള്ള ഇടപെടലുകൾ നടന്നു. വ്യവസായികളുടെ യോഗം നടന്നു, തൊഴിലാളി പ്രതിനിധികളുടെ യോഗം നടന്നു, നമ്മുടെ നിയമങ്ങളിൽ മാറ്റം വന്നു, ചട്ടങ്ങളിൽ മാറ്റം വരുത്തി. അങ്ങനെ പടിപടിയായി ഇപ്പോൾ എവിടെയെത്തി? നിക്ഷേപ സൗഹൃദ കാര്യത്തിൽ ഇന്ത്യയിലെ നമ്പർ 1 സംസ്ഥാനം എന്ന നില കേരളം ആർജിച്ചു. ഇത് UDF ആണെങ്കിൽ സാധിക്കുമായിരുന്നോ? ഇപ്പോൾ വലിയ ബഹുരാഷ്ട്ര കമ്പനികൾ നമ്മുടെ സംസ്ഥാനത്തേക്ക് വരാൻ താല്പര്യം കാണിക്കുന്നു. നമുക്ക് പറ്റാവുന്ന വ്യവസായങ്ങളെ നമുക്ക് യോജിക്കാൻ പറ്റൂ. പക്ഷെ നമുക്ക് പറ്റാവുന്ന ഒരുപാട് വ്യവസായങ്ങളുണ്ട്, നല്ല വ്യവസായങ്ങളുണ്ട്. നമ്മുടെ കുട്ടികൾ, നമ്മുടെ യുവാക്കൾ നല്ല രീതിയിൽ വിദ്യാഭ്യാസം ആർജിച്ച് അവരാർജിച്ച കഴിവനുസരിച്ചുള്ള തൊഴിൽ നോക്കുമ്പോൾ അതിനു പറ്റിയ സ്ഥാപനങ്ങൾ ഇവിടെ ഇല്ലെങ്കിൽ വിഷമിക്കും. ആ സ്ഥാപനങ്ങൾ ഇവിടെ വരാൻ പോകുന്നു. ഇവിടെ പഠിക്കുന്ന കുട്ടികൾ വ്യവസായ സ്ഥാപനങ്ങളിലേക്ക് ആവശ്യമായ തരത്തിലുള്ള മികവ് സമ്പാദിക്കുന്നില്ലെങ്കിൽ അവരാ വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്ന് പിന്തള്ളപ്പെട്ടു പോകും. അതുകൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും വ്യവസായ സ്ഥാപനങ്ങളെയും പരസ്പരം ബന്ധിപ്പിക്കുന്നു, ആവശ്യമായ കോഴ്സുകൾ കൊടുക്കുന്നു. വലിയ മാറ്റമല്ലേ ആ രംഗത്ത് കാണാൻ കഴിയുന്നത്? ഈ മാറ്റം UDF-ന്റെ കാലത്താണെങ്കിൽ ഉണ്ടാകുമായിരുന്നോ? UDF-നാണെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുമോ? അവർക്ക് തമ്മിലടിക്കാനല്ലേ നേരം ഉണ്ടാവൂ, മറ്റൊന്നിനും നേരം ഉണ്ടാവില്ല. ഇപ്പം തന്നെ കാണുന്നില്ലേ, ഒന്നും ഇല്ലാതെ തന്നെ ആകാശത്ത് തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നില്ലേ? അതല്ലേ UDF-ന്റെ പ്രകൃതം. നാടിനോട് പ്രതിബദ്ധത, നാടിൻ്റെ വികസനത്തിൽ താല്പര്യം, ജനങ്ങളുടെ ക്ഷേമം വർദ്ധിപ്പിക്കാൻ താല്പര്യം, ഇതാണ് ഒരു ഗവൺമെൻറ് വേണ്ടത്. അതിനാണ് LDF സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി കുറേ കാര്യങ്ങൾ നിർവഹിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാമായി എന്നല്ല, എന്നാൽ രാജ്യത്ത് കാണുന്ന പലതും ഇല്ലാത്തൊരു നാട് എന്ന് കേരളത്തെ പറ്റി പറയാൻ പറ്റൂ. ഇപ്പോൾ സ്ത്രീകൾ മറ്റു പല സംസ്ഥാനങ്ങളിലും വല്ലാത്ത ദ്രോഹം അനുഭവിക്കുന്നു. സ്ത്രീ സുരക്ഷ ഏറ്റവും ഭദ്രമായ നാട് കേരളം എന്നത് അർത്ഥശങ്കക്കിടയില്ലാതെ പറയാൻ പറ്റൂ. അതല്ലേ വസ്തുത. ഉദാഹരണങ്ങളിലേക്കൊന്നും കടക്കേണ്ടതില്ലല്ലോ. നാടിൻ്റെ അഭിവൃദ്ധിക്ക് നാടിൻ്റെ ശാന്തിയും സമാധാനവും പ്രധാനമാണ്. അതിൽ ക്രമസമാധാനം ഏറ്റവും പ്രധാനമാണ്. ഇന്ത്യയിലെ ക്രമസമാധാനം ഏറ്റവും ഭദ്രമായി നിൽക്കുന്ന സംസ്ഥാനം കേരളമാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റൂ. ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു ഭരണ നിർവഹണം, അതിനാണ് LDF സർക്കാർ ശ്രമിച്ചു വരുന്നത്. ജനങ്ങൾക്ക് ഭരണത്തിൻ്റെ സ്വാദ് കഴിയാവുന്നത്ര വേഗത്തിൽ അനുഭവിക്കാൻ കഴിയണം. അതിനാണ് ഒട്ടേറെ നടപടികൾ
ഓൺലൈനായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിവേഗതയിൽ ജനങ്ങൾക്ക് അവരപേക്ഷിക്കുന്ന കാര്യങ്ങളിൽ തീരുമാനങ്ങളിലേക്ക് എത്തിക്കാനാവണം. അതിനുള്ള നടപടികളാണ് സ്വീകരിച്ചു പോകുന്നത്. ഇനിയും മുന്നേറാൻ കഴിയേണ്ടതുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. അത്തരം കാര്യങ്ങളിൽ ഏറ്റവും വലിയ പകയോടെയാണ് കേരളത്തെ വീക്ഷിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റും മറ്റ് നിക്ഷിപ്ത താല്പര്യക്കാരും. അങ്ങനെ വരുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിനെ സഹായിക്കുന്ന നിലപാട് ഇവിടെയുള്ള ചില നിക്ഷിപ്ത താല്പര്യക്കാരും സ്വീകരിക്കുകയാണ്. പ്രത്യേകിച്ച് നേരത്തെയുള്ള കോൺഗ്രസിൻ്റെ സമീപനം, UDFൻ്റെ സമീപനം വളരെ നിഷേധാത്മകമായിരുന്നു. ഇപ്പോൾ മുണ്ടക്കൈ ചൂരൽമല ദുരന്തമൊക്കെ ഉണ്ടായപ്പോൾ എല്ലാ MP-മാരും ഒന്നിച്ചു നിന്ന് കേന്ദ്ര ഗവൺമെൻറ്റിനെ കാണാൻ തയ്യാറായിട്ടുണ്ട്. നല്ല കാര്യമാണത്. അത്തരം കാര്യങ്ങൾ ഒന്നിച്ചു നിൽക്കാൻ കഴിയണം. എന്നാൽ പലതിലും ഒന്നിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. കേരളത്തിന് താല്പര്യത്തിന് വേണ്ടി ഒന്നിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ഈ കേരളത്തെ മുച്ചൂടും മുടിക്കുക എന്നുള്ള സമീപനം സ്വീകരിക്കുമ്പോൾ കേരളത്തിന് താല്പര്യം ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് സാധിക്കണം. അത് കേന്ദ്ര ഗവൺമെൻറ്റിനോട് പറയാൻ കഴിയണം. ഈ കാര്യത്തിൽ LDF കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. LDFൻ്റെ കരുത്ത് എന്ന് പറയുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് CPIMൻ്റെ കരുത്ത്. ആ CPIMനെ കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും കരുത്തുറ്റ ഒരു പാർട്ടിയാക്കി, പ്രസ്ഥാനമാക്കി, കൂടുതൽ ബഹുജനങ്ങളുടെ പിന്തുണയോടെയുള്ള ഒരു പ്രസ്ഥാനമാക്കി മാറ്റുന്നതിനാണ് ഈ ജില്ലാ സമ്മേളനം തീരുമാനിച്ചിട്ടുള്ളത്. അക്കാര്യത്തിൽ എല്ലാവരുടെയും സഹകരണവും പിന്തുണയും ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യം.